നമസ്കാരം. ശ്രീവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഈ കണ്ടുവരുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചെറയിലക്കുളം എന്ന വളരെ പുരാതനവും വളരെ പഴക്കം ചെന്ന ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ക്ഷേത്രക്കുളമാണിത്. ധാരാളം ആളുകൾക്ക് വർഷങ്ങളായി കുളിക്കാനും അലക്കാനും ഏത് വറ്റി വരണ്ട കാലാവസ്ഥയിലും അതിന് മുകളിലായി വെള്ളം കാണപ്പെടുന്ന ഒരു മഹാത്ഭുതം ഈ കുളത്തിനുണ്ട്. ഇതിൽ നിന്ന് കൊണ്ടുപോയ ധാരാളം കല്ലുകൾ ഉപയോഗിച്ചാണ് രാജരാജേശ്വരൻ്റെ മതിലുകൾ കെട്ടിയതെന്നും പറയപ്പെടുന്നു. വളരെ വലിപ്പമുള്ള ഇന്ന് 5-10 ആൾക്കാർക്ക് പൊക്കിയെടുക്കാൻ സാധിക്കാത്ത അനേകം കല്ലുകൾ ഈ കുളം ഉണ്ടാക്കാൻ വേണ്ടി കൊത്തിയെടുത്താണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയതെന്നും മറ്റ് പരിസരത്ത് എവിടെയും അത്ര ഒരു പണയോ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അത്രയും ശക്തമായ കല്ല് അമ്പല പരിസരത്തേക്ക് എത്തിച്ചത് ഈ കുളത്തിൽ നിന്ന് കുത്തിയെടുത്താണ് പഴയ ആളുകൾ പറയപ്പെടുന്നു. ഏതായാലും ഈ കുളം എല്ലാ വരണ്ട വേനൽക്കാലങ്ങളിലും എല്ലാ സമയത്തും മുഴുവൻ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് കുളിക്കാനും അലക്കാനും വളരെ സൗകര്യപ്രദവും ഗുണപ്രദവുമാണ്. ഈ കുളത്തിൻ്റെ ആഴം എത്രയാണെന്നോ, ഇത് സമചതുര ആകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും ഒരേ വീതിയും ഒരേ നീളത്തിലുമുള്ള ഈ കുളം, ഇതിൻ്റെ നിർമ്മിതി പുരാതന കാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടാക്കുന്നതാണെന്ന് പറയപ്പെടുന്നു. ഇവിടെ ഇതിന് യാതൊരു പോറലും, ഇതിൻ്റെ കല്ലുകൾക്ക് ഇടിച്ചലോ മണ്ണിടിച്ചലോ യാതൊരു പോറലും ഉള്ളതായി കാണപ്പെടുന്നില്ല. ഇതിൽ ഈ വെള്ളത്തിന് ചെറിയൊരു ഗ്രീൻ പച്ച കളർ കാണുന്നുണ്ട്. എന്നാലും അത് കയ്യിലെടുക്കുകയോ കോരിയെടുക്കുകയോ ചെയ്താൽ നല്ല തെളിഞ്ഞ വെള്ളമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും കയറി ഇറങ്ങാനുള്ള വഴികളുണ്ട്, പടകളുണ്ട്. അതുപോലെ തന്നെ ഇതെപ്പോഴും നല്ല ശുദ്ധമായിരിക്കുന്നു. ഇതിൻ്റെ ഈ രാജരക്ഷാമ്പലത്തിൻ്റെ ഈ ചുറ്റുവട്ടത്തുള്ള ചെറിയ ക്ഷേത്രങ്ങളും ഗണപതി, അങ്ങനെ പല ക്ഷേത്രങ്ങളും ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പുറത്തുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ചുറ്റുവട്ടത്ത് കണ്ടുവരുന്നു. ഇതോടടുത്ത് ഇതിന് 4 ഭാഗത്തും റോഡുകളും എല്ലാം ഉള്ളതായി കാണപ്പെടുന്നു. വളരെ ശക്തമായ വെട്ടുകല്ല് ഉപയോഗിച്ചാണ് ഇത് കെട്ടിയിരിക്കുന്നത്. അന്ന് യാതൊരു നൂറ്റാണ്ടുകളോ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ഇതിൻ്റെ കല്ലുകൾക്കോ ഇതിൻ്റെ നിർമ്മിതികൾക്കോ യാതൊരു പോറലോ ഇടിച്ചലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ന്യൂനതകളോ കാണുന്നില്ല. നൂറ്റാണ്ടുകളായി ഈ കുളം ഈ പരിസരത്തുള്ള എല്ലാ ആളുകൾക്കും വളരെയധികം ഉപയോഗപ്രദമാണ്.